ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഓസ്ട്രേലിയയിലുള്ള ഒരു ത്രിഫ്റ്റ് ഷോപ്പിലാണ് പോകുന്നത്. ത്രിഫ്റ്റ് ഷോപ്പ്, ഓപ്പർച്യൂണിറ്റി, ഓപ്പ് ഷോപ്പ്, ചാരിറ്റി ഷോപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് സാൽവോസ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. ഇത് ഒരു വലിയൊരു കമ്പനിയാണ്. ഓസ്ട്രേലിയയിൽ ഒരുപാട് സ്ഥലത്ത് ഇതുണ്ട്. ഇവിടെ മെയിനായിട്ട് പ്രീ ലവ്ഡ് ഐറ്റംസ് ആണ്, സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ആണ്, യൂസ്ഡ് ക്ലോത്ത്സ്, യൂസ്ഡ് ഫർണിച്ചേഴ്സ് അങ്ങനെയൊക്കെ. പക്ഷെ പുതിയ ക്ലോത്ത്സും ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ടാഗ് റിമൂവ് ചെയ്യാത്ത ന്യൂലി ഐറ്റംസ് എല്ലാം അവൈലബിൾ ആണ്. സർപ്ലസിൻ്റെ ഐറ്റംസ് അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് നോക്കിയെടുക്കണം, കുറച്ച് ടൈം എടുത്ത് അതൊക്കെ നോക്കിയെടുക്കണം. പിന്നെ ഈ കാണുന്ന പോലെ ക്രോക്കറി ഐറ്റംസ് ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എല്ലാം നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ആൻഡ് പ്രൈസൊക്കെ ഭയങ്കര ചീപ്പായിട്ടുള്ള പ്രൈസാണ്. സോ അപ്പോൾ അതുകൊണ്ട് സ്റ്റുഡൻസൊക്കെ ആയിട്ട് വന്ന് ഇവിടെ ജോലി ചെയ്യാൻ പഠിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് ഈ ഫർണിച്ചേഴ്സൊക്കെ ഭയങ്കര റേറ്റ് കുറവിന് വാങ്ങിക്കാം. റേറ്റ് കുറവെന്നോർത്ത് ക്വാളിറ്റിക്ക് ഒരു കുറവുമില്ല, വളരെ നല്ല ക്വാളിറ്റി ഐറ്റംസാണ്. അപ്പോൾ ഇവിടെ ഇതുപോലെ ഈ കാണുന്ന ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ കുറേ ഉണ്ട്. ആൻഡ് ബുക്സിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട്. കുട്ടികൾക്കുള്ള കളക്ഷൻ ഐറ്റംസ് എല്ലാം ഉണ്ട്. ടോയ്സ്, ക്ലോത്ത്സ്, ബാഗ്സ്, അങ്ങനെ ഒരുപാട് ഹ്യൂജ് ഐറ്റംസ് ഉള്ള ഒരു ഷോപ്പാണിത്. അതുപോലെ നമ്മളുടെ ഐറ്റംസ് നമ്മൾ യൂസ് ഇനി ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന ഐറ്റംസൊക്കെ നമുക്ക് ഇവിടെ ഡൊണേറ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ക്ലോത്ത്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡൊണേറ്റ് ചെയ്യുന്ന ഐറ്റംസ് ഇടാനായിട്ട് അവിടെ ഒരു വലിയ ബിന്നും പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഡൊണേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഐറ്റംസ് അതിൽ കൊടുക്കും. ആൻഡ് നമുക്കിതിനകത്ത് കൂടെ ഒക്കെ ഇങ്ങനെ കയറി നടക്കാം, എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നൊക്കെ നോക്കാം. എനിക്കിവിടെ ഒരുപാട് ഐറ്റംസ് ഇഷ്ടപ്പെട്ടതുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന പോട്ടൊക്കെ നോക്കി എന്ത് ഭംഗിയാണ്. അപ്പോൾ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഉള്ള ഐറ്റംസൊക്കെ ഇവിടുന്ന് വളരെ ചീപ്പായിട്ടുള്ള പ്രൈസിന് നമുക്ക് കിട്ടുകയും ചെയ്യും. ആൻഡ് നല്ല ക്വാളിറ്റി ഐറ്റംസുമാണ്. പിന്നെ നമ്മളിവിടുന്ന് കുറച്ച് ബുക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു ബുക്കിൻ്റെ. പിന്നെ കുട്ടികൾക്കൊക്കെ ബിഗിനിങ് ലെറ്റേഴ്സ് പഠിക്കാനുള്ള അങ്ങനെയുള്ള ബുക്സ് തൊട്ട് നോവൽസും ആ ടൈപ്പ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കാണുന്ന പോലെ ഒരു ഫുഡ് വെയറിൻ്റെ ഒരു ബിഗ് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യാത്ത ഫുഡ് വെയർസ് വരെ അവൈലബിൾ ആണ്. ചില ഷോപ്പിൽ വെഡ്ഡിങ് ഡ്രസ്സ് വരെ അവൈലബിൾ ആയിട്ടുള്ള ഷോപ്പ്സ് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ, ഇതുപോലെയുള്ള ഓപ്പ് ഷോപ്പുകളിൽ. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മുടെ നാട്ടിലും ഇതുപോലെയുള്ള ഷോപ്സൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും അല്ലേ. സോ ഇതാണ് ഇന്നത്തെ വ്ളോഗ്. ഞങ്ങളവിടെ കുറച്ച് ക്ലോത്ത്സ് ഡൊണേറ്റ് ചെയ്യാൻ കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ബുക്സും ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ അവിടുന്ന് വാങ്ങിച്ചു. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.